ചില യാത്രകളെ സുന്ദരവും അവിസ്മരണീയവുമാക്കി മാറ്റുന്നത് ആ യാത്രകളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചില മനുഷ്യരാണ്. ദൈവത്തിൻ്റെ ചാരന്മാരെ പോലെ ചില പുത്തൻ അറിവുകളും ഉൾക്കാഴ്ചകളുമൊക്കെ അവർ സമ്മാനിച്ച് ഇങ്ങനെ കടന്നു പോകും. Not to forget you, and I am so happy that I have met you, sir. Because of God's providence, yes, that I could meet you, and I never knew that you are also an ex-seminarian or you went to seminary. Because coincidentally, you just from Madurai, you winked at me and asked me. You just it's what that wavelength is there, isn't it? Yes. God speaks. Otherwise, you wouldn't have just asked me. You would have just asked another person. മധുരയിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി എൻ്റെ അരികിൽ വന്നിരിക്കുവാൻ സ്ഥലം പിടിക്കുവാൻ പറഞ്ഞിട്ട് അടുത്തു വന്നപ്പോൾ താൻ സെമിനാരിയിൽ പഠിച്ചിട്ടുണ്ടെന്നും തൻ്റെ ഭാര്യ മരിച്ചുപോയതിനു ശേഷം താൻ അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ചുമൊക്കെ എന്നോട് പങ്കുവച്ചു. കുഞ്ഞുനാൾ മുതൽ ദേവാലയത്തിൽ അൾത്താരബാലനായിരുന്നതിനെക്കുറിച്ചും തൻ്റെ അപ്പൻ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മുതൽ വേളാങ്കണ്ണി ദേവാലയത്തിലേക്ക് പദയാത്ര നടത്തിക്കൊണ്ടുപോകുന്നത് ഇപ്പോഴും താൻ തുടർന്നു പോകുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പങ്കുവച്ചു. മിഴികൾ വല്ലാതെ ഇടയ്ക്ക് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഭാഗ്യം മീൻസ് എന്നാ? ഭാഗ്യം ഇതിനെ கிடைத்த ഭാഗ്യം அப்படின்னு சொல்றது தமிழ்ல. ഭാഗ്യം means it's a blessing for you being with your father. Whatever it is, ഭാഗ്യം means blessing. Blessing. That is the real meaning. ഭാഗ്യം. അപ്പോൾ ഇതിനെ கிடைத்த ഭാഗ്യം life. അപ്പോൾ ഇഗ്നാസിയാർ മീൻസ് Ignatius Loyola. അപ്പോൾ ഭാഗ്യം ഇഗ്നാസിയസ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ITR ഓഫീസറായി റിട്ടയർ ചെയ്ത ചാൾസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വെറും ഒരു ഉദാഹരണം മാത്രം. ഓരോ യാത്രകളിലും നമ്മൾ കണ്ടുമുട്ടുന്ന അപരിചിതരായ ഓരോ മനുഷ്യർക്കും എത്രയെത്ര കഥകളും അനുഭവങ്ങളുമാണ് നമ്മോട് പങ്കുവയ്ക്കുവാനുള്ളത്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും കഥകളൊക്കെ അറിയാവുന്ന ഈ കൊച്ചു ഭൂമി ഇങ്ങനെ അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു.